അല്ല ഇൻക്വസ്റ്റ് കഴിഞ്ഞിട്ട് ആ ബന്ധുക്കൾ പലരും എന്നോട് ചോദിക്കും, ഈ ഫോട്ടോ നിങ്ങൾ എങ്ങനെ ചെയ്യും? നമ്മൾ സ്റ്റേഷനിലേക്ക് കൊടുക്കും. അതിൻ്റെ ഓരോ കോപ്പി ഞങ്ങൾക്ക് തന്നെ. ചേട്ടൻ ഒരു കാര്യത്തിനും പേടിക്കേണ്ട കാര്യമില്ല. ചേട്ടൻ എത്ര രൂപയാണ് പറയണ കാശ് ഞങ്ങൾ തരാമെന്നാണ്. കാല് കഴുകാനായിട്ട് ടോർച്ച് അടിച്ചപ്പോഴാണ് കാണുന്നത് ഞാൻ ചാണകത്തിനല്ല ചവിട്ടിയിരിക്കുന്നത്, തലച്ചോറിൽ ചവിട്ടിയിട്ട് തലച്ചോറിൻ്റെ ഭാഗവും ചെരുപ്പിലും. ഈ കയ്യിൽ ഒരു കയ്യിൽ ബ്രീസ് കേസ് വരെ സൂട്ട് കേസ്, ഈ ബാക്കിലെ വീലിൽ അടിച്ചടിച്ച് അര കിലോമീറ്ററുള്ള ദൂരെ പോയി. ട്രെയിൻ തട്ടി മരിച്ചതിൽ പല കേസുകെട്ടുകളിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും മറക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യ കാലഘട്ടം ഇരിക്കുന്ന കോട്ടയം SP മധുബാബു സാർ ചേർത്തല SI ആയിരിക്കുന്ന കാലം. സാറ് ഞാൻ അന്ന് ഇതുപോലെ തന്നെ മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നേരെ ജീപ്പിൽ വന്ന് വീട്ടിൻ്റെ വാതിക്കുന്ന തന്നെ ജീപ്പിൽ കയറ്റി, ഈ ട്രെയിൻ തട്ടിയ ഒരാൾ മരിച്ചിട്ടുണ്ട്, അവന് ഇൻക്വസ്റ്റ് എടുക്കാനായിട്ട് പോകണമെന്ന് പറഞ്ഞ് സാറിൻ്റെ കൂട്ടത്തിൽ 2 കോൺസ്റ്റബിളും ഉണ്ട്. വലിയ ടോർച്ചൊക്കെ ആയിട്ട് പോയി. ചേർത്തല റെയിൽവേ സ്റ്റേഷൻ്റെ വടക്ക് വശത്താണ് ട്രെയിൻ തട്ടി മരിച്ച് കിടക്കുന്നത്. രാത്രി 12 മണിക്ക് ശേഷമാണ്. സാറ് മുന്നോട്ട് പോയി ടോർച്ചൊക്കെ അടിച്ച് പോയി. ഞാൻ പുറകെ, എനിക്ക് പാൻ്റല്ല, ഒരു ഒറ്റമുണ്ടും റബ്ബർ ചെരുപ്പായിട്ടിരിക്കണം. കുറേ അങ്ങോട്ട് പോയി എന്ന് കഴിഞ്ഞപ്പോൾ ഇരുട്ടത്ത് കൂടെ നടക്കുമ്പോൾ ഉള്ളാൽ പേടിയുണ്ട്. നടക്കുമ്പോൾ സാറ് ദൂരെ നിന്നിട്ട് എന്നെ വിളിച്ചിട്ടുമ്പോൾ, അമ്മൂസേ പെട്ടെന്ന് വാ, നമുക്ക് ഉറങ്ങേണ്ട സമയമാണ്, ഇത് കഴിഞ്ഞിട്ട് മാറിക്കിടന്ന് ഉറങ്ങേണ്ടതാണ് സാറ് തമാശ രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ സാറിന് പറഞ്ഞു, സാറേ എൻ്റെ കാലയിൽ ചാണാൻ പറ്റിയിരിക്കുകയാണ്. അപ്പോൾ സാറ് ടോർച്ച് അടിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഒരു പൈപ്പുണ്ട്, നമുക്ക് ഇവിടെ കാല് കഴുകാമെന്ന്. ഞാനോട്ട് അങ്ങോട്ട് പോയി പൈപ്പിൻ്റെ അവിടെ വന്നിട്ട് കാല് കഴുകാനായിട്ട് ടോർച്ച് അടിച്ചപ്പോഴാണ് കാണുന്നത് ഞാൻ ചാണകത്തിനല്ല ചവിട്ടിയിരിക്കുന്നത്, തലച്ചോറിൽ ചവിട്ടിയിട്ട് തലച്ചോറിൻ്റെ ഭാഗവും ചെരുപ്പിലും റബ്ബർ ചെരുപ്പിലും അപ്പം മറ്റേ മുണ്ടിൻ്റെ അറ്റത്തൊക്കെ പറ്റിയിരിക്കുന്നത് മനസ്സിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. രാത്രി സമയം, ലൈറ്റില്ല, ഇരുട്ടാണ്. അതൊരു മനസ്സിൽ നിന്ന് പോകാത്തൊരു സംഭവമാണ്. മറ്റവരാരും വരില്ല, എല്ലാവർക്കും പേടിയാണ്. ഇപ്പോൾ ഞാൻ ചേർത്തലയിൽ ഈ ഫോട്ടോഗ്രാഫി ഈ മേഖലയിലേക്ക് വരുന്ന സമയത്ത് ഈ പോലീസുകാർ തന്നെയാണ് എന്നെ കണ്ടെത്തിയത്. ഇങ്ങനെ കുഴപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത്ര ഉള്ളിൽ ഈ പോലീസുകാർ എനിക്ക് പറഞ്ഞു തരണ്ട, ഇന്ന സ്ഥലത്ത് ഇന്ന പോയിൻ്റ് എടുക്കണമെന്ന് പറയണ്ട, ഓട്ടോമാറ്റിക്കലി തന്നെ ഞാൻ എടുക്കും. പണ്ട് തൊട്ടേ അങ്ങനെ ശീലിച്ചിരിക്കുന്നതുകൊണ്ട് അവർ വേറെ ആരും വിളിക്കില്ല, എന്നെ തന്നെ വിളിക്കുകയുള്ളൂ. തൂങ്ങി മരണപ്പെട്ട ബോഡി എടുക്കുകയെന്ന് കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ മുറിയുടെ ഒരു വൈഡായിട്ട് ഉള്ളൊരു പടം എടുക്കും. വീടിനുള്ളിലാണ് തൂങ്ങി നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ഞാൻ വീടിൻ്റെ പുറത്ത് മാവേല എവിടെയാണ് തൂങ്ങിയിരിക്കണോ അതിനൊരു വൈഡായിട്ടൊരു പടം എടുക്കും. പിന്നെ അവൻ്റെ കെട്ട്, ഇതിന് തൂങ്ങാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കയറാണെങ്കിൽ ശരി, ഭാര്യയുടെ ചുരിദാറിൻ്റെ ഷാളാണ് എടുക്കുമെങ്കിൽ ആ കെട്ടിൻ്റെ പൊസിഷൻ എടുക്കും. അത് മറുതലയും എടുക്കും, ഈ കീഴയുടെ പെടലിയുടെ ഭാഗത്ത് കെട്ടിയിരിക്കുന്നതും കൂടി എടുക്കും. അതിന് മുഖം ചേർത്ത് ഒരു പടം എടുക്കും. പിന്നെ ഈ കാലും ഈ തറയും ഈ കാലും കൂടെ നിൽക്കുന്നതിൻ്റെ പൊസിഷൻ എടുക്കും. തൂങ്ങി നിൽക്കുന്നതിൻ്റെ കാലിൻ്റെ കാൽപ്പത്തിയുടെ കീഴോട്ടുള്ള ഭാഗവും തറയുടെ ഭാഗവും കൂടെ എടുക്കും. പിന്നെ 4 സൈഡിൽ നിന്നുള്ള ആംഗിളും ആണ് സാധാരണ ചെയ്യുന്നത്. ഫിലിം ക്യാമറയിൽ നമ്മൾ ആദ്യകാലത്തിൽ ഫിലിം ക്യാമറയിലാണ് എടുത്തത്. ഇപ്പോൾ ട്രെയിൻ തട്ടി മരിച്ചതെന്ന് പറഞ്ഞില്ല, അതും ഞാൻ ഇതിലാണ് എടുത്തത്. അതല്ലാതെ ചേർത്തല പോലീസ് സ്റ്റേഷൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള ഒരു ഡോക്ടർ, ഹോമിയോ ഡോക്ടറെ മറ്റിയാണ്. പുള്ളി ജോലിക്ക് തൃപ്പൂണിത്തുറയിൽ എങ്ങാണ്ട് പോകാനായിട്ട് വെളുപ്പിന് 4:45 ചേർത്തല പോലീസ് സ്റ്റേഷൻ്റെ വാതിക്കൽ വേറെ വണ്ടിയിൽ എങ്ങാണ്ട് പോകാനായിട്ട് ഹൈവേയിലേക്ക് കടക്കണ സമയത്ത് ഒരു കൊക്കക്കോള വണ്ടി ഇങ്ങനെ തട്ടിയപ്പോൾ ഇങ്ങരുടെ ഷർട്ടാണ് കൈയുടെ ഏതോ ഭാഗത്ത്
ഈ ലോറിയുടെ ഹുക്ക്, ഈ കയറ് കിട്ടാനുള്ള ഹുക്കിലേക്ക് ഉടക്കിപ്പോയി. ഉടക്കിയപ്പോൾ ഈ ഒരു കയ്യിൽ ബ്രീസ് കേസ്, മറ്റേ സൂട്ട് കേസ്, ഈ ബാക്കിലെ വീലിൽ അടിച്ചടിച്ച് അരഞ്ഞ് ഏതാണ്ട് 1/2 കിലോമീറ്ററുള്ള ദൂരെ പോയി. അതിൻ്റെ ഇൻക്വസ്റ്റിന് ഫോട്ടോ എടുക്കാൻ ഞാനാണ് പോയത്. അതും മനസ്സിൽ നിന്ന് പോകാത്തൊരു സാധനം, ഇങ്ങനെ അരഞ്ഞ് റോഡിൽ ടയറിൽ അരഞ്ഞാണ് 1/2 കിലോമീറ്ററോളം പോയി. ബാക്കി മറ്റേ അവശിഷ്ടങ്ങൾ, ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ അരഞ്ഞ് ഈ തലയും കീഴോട്ട് മൊത്തം അരഞ്ഞ് സ്പ്രെഡായി. അതിൻ്റെ വിവിധ ഭാഗങ്ങളായിട്ടുള്ള ഫോട്ടോകൾ എടുത്താണ്. വർഷം എനിക്ക് ഓർമ്മയില്ല, അത് ഏതാണ്ട് 90, 95, 96 കാലഘട്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അതൊന്നല്ല, അങ്ങനെയല്ല, ഒരുപാട് ആക്സിഡൻറ്റ് എടുത്തിട്ടുണ്ട്. പലരും ചോദിച്ചിട്ടുണ്ട്. പലരും ഈ ഞാൻ എടുക്കുന്ന ഈ ഫോട്ടോഗ്രാഫിയിൽ ഇപ്പം ഞാൻ ഒന്നുമില്ലാത്ത പലരും ഈ സാമ്പത്തികമായിട്ട് രക്ഷപ്പെടാനായിട്ടുള്ള വകുപ്പ് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ദൈവം സഹായിച്ച് ഞാനങ്ങനെ ചെയ്തിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആക്സിഡൻറ്റിൽ ഡെത്തായി കഴിഞ്ഞിട്ട് അതിൻ്റെ പോസ്റ്റ്മോർട്ടം എടുത്തു കഴിയുമ്പോൾ, പോസ്റ്റ്മോർട്ടം അല്ല, ഇൻക്വസ്റ്റ് കഴിഞ്ഞിട്ട് ആ ബന്ധുക്കൾ പലരും എന്നോട് ചോദിക്കും, പിന്നെ ആ ഫോട്ടോഗ്രാഫി നിങ്ങളെന്ത് ചെയ്യും? സ്റ്റേഷനിൽ ക്രൈം നമ്പർ എഴുതി അങ്ങോട്ട് കൊടുക്കും, അതാത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി ഞങ്ങൾക്കും വേണം. ഞാൻ പറഞ്ഞു അത് തരില്ല. അയ്യോ അതിന് ഞങ്ങൾക്ക് തന്നാലെന്താ? ഞാൻ പറഞ്ഞു അങ്ങനെ കൊടുക്കാൻ പാടില്ല, ഇത് പോലീസ് ക്രൈം ഫോട്ടോയാണ്, അത് ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പാടില്ല. മൊബൈൽ പോലും ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ അവരെ പോലീസുകാർ തടയും. ചില ആൾക്കാർ ബന്ധുക്കൾ വന്നിട്ട് മൊബൈലിൽ ഫോട്ടോ എടുക്കും. തടയാനുള്ള കാര്യം ഇതാണ്. അത് ഒരിക്കലും ഇത് പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരു സംഭവമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് തിരുവനന്തപുരത്തൊരു ഇൻ്റർവ്യൂവിന് പോയൊരു കക്ഷി ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് വൈക്കത്തുള്ള ആൾ, വൈക്കൽ ചെമ്പുല ആ ഭാഗത്തുള്ള ആൾ ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അയാൾ ഉടുത്തിരിക്കുന്ന മുണ്ട് കൊണ്ട് അടുത്തുള്ള തട്ടുകടയിൽ വന്ന് തൂങ്ങി. അതിന് ഇൻക്വസ്റ്റിന് പോലീസുകാർ വിളിച്ചപ്പോൾ ഞാനാ പോയത്. അപ്പോൾ അത് ഇൻക്വസ്റ്റ് കഴിഞ്ഞ് അവർ പാർട്ടി അതിൻ്റെ പേയ്മെൻറ്റ് തന്ന് ആ പൈസ കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ അടുക്കൽ ചോദിച്ചു, ഈ ഫോട്ടോ നിങ്ങളെങ്ങനെ ചെയ്യും? നമ്മൾ സ്റ്റേഷനിലേക്ക് കൊടുക്കും, അതിൻ്റെ ഓരോ കോപ്പി ഞങ്ങൾക്ക് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ തരാൻ പറ്റില്ല, അതങ്ങനെ കൊടുക്കില്ല. അപ്പോൾ അവർ പറഞ്ഞ ഒരു ഭാഷ എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. കാര്യം പറഞ്ഞല്ല, നിങ്ങൾ എത്ര രൂപ ചോദിച്ചാലും ഞാൻ തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ തരും, നിങ്ങൾക്ക് നിങ്ങൾ അതിൻ്റെ ഓരോ കോപ്പി ഞങ്ങൾക്ക് തന്നാൽ മതി. ഞങ്ങൾക്ക് ഇവൻ എങ്ങനെയാണ് ഇവിടെ മരിച്ചതെന്ന് അറിയണം, ഇവൻ ഇവിടെ വന്ന് തൂങ്ങാനുള്ള കാര്യം. അത് ഞാൻ പറഞ്ഞു അത് പോലീസുകാർ നോക്കിക്കോളും. പക്ഷെ പോലീസുകാർ എന്നാലും ഞങ്ങൾക്ക് ഈ ഫോട്ടോ സൂക്ഷിക്കണം, ഞങ്ങൾക്ക് അങ്ങനെയാണ്, ഞങ്ങളുടെ ഒറ്റ മകനാണ് മറ്റാണ് ഞാൻ. അപ്പം എന്താ നിങ്ങൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് ഫോട്ടോ മേടിച്ചു വന്നു. ഇപ്പോൾ പറഞ്ഞു എൻ്റെ കയ്യെ പിടിച്ചുണ്ട് അതിനകത്തൊരാൾ മാറ്റി നിർത്തിച്ചും പറഞ്ഞു, ചേട്ടൻ ഒരു കാര്യത്തിനും പേടിക്കേണ്ട കാര്യമില്ല, ചേട്ടൻ എത്ര രൂപയാണ് പറയണ കാശ് ഞങ്ങൾ തരാമെന്ന് ഞാൻ കൊടുത്തിട്ടില്ല. ഇതുവരെ ഈ ബന്ധുക്കൾക്ക് ഞാൻ അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഫോട്ടോ കൊടുക്കത്തില്ല. 10-40 വർഷമായിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിലും പലരും ആവശ്യപ്പെടണമെങ്കിലും കൊടുക്കാറില്ല, നേരെ സ്റ്റേഷനിലേക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അത് സത്യമുള്ള കാര്യമാണ്.